ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യൗസേപ്പ് നാഥനായിരുന്ന നസ്രത്തിലെ തിരുക്കുടുംബത്തെക്കുറിച്ച് ഇന്ന് നമുക്കല്പം ചിന്തിക്കാം. തിരുക്കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പര സ്നേഹത്തിലും ഐക്യത്തിലും സഹകരണത്തിലുമാണ് ജീവിച്ചിരുന്നത്. നരകുല രക്ഷകനായ ഈശോ ഈ ലോകത്തിലെ തൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഭാഗവും കുടുംബത്തിൽ ജീവിച്ചുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തി. പരിശുദ്ധ അമ്മ ഉത്തമയായ ഒരു ഭാര്യ, മാതാവ് എന്നീ നിലകളിലെല്ലാം വിശുദ്ധ യൗസേപ്പിൻ്റെ അനുസരണവും സ്നേഹവും ബഹുമാനവും പുലർത്തിയിരുന്നു. ഈശോ വിശുദ്ധ യൗസേപ്പിൻ്റെ അടുക്കൽ അനുസരണവും ബഹുമാനവും സ്നേഹവും പുലർത്തിയിരുന്ന മാതൃകാപുത്രനായിരുന്നു. വിശുദ്ധ യൗസേപ്പാകട്ടെ പരിശുദ്ധ അമ്മയുടെയും ദൈവകുമാരൻ്റെയും സന്തോഷവും സംതൃപ്തിയും എപ്പോഴും ഉന്നം വെച്ചുകൊണ്ട് അവൻ്റെ സന്തോഷത്തിനു വേണ്ടി ജീവിച്ചു. അവർക്ക് വേണ്ടതെല്ലാം സ്വന്തം നെറ്റിയിലെ വിയർപ്പുകൊണ്ട് അധ്വാനിച്ച് അദ്ദേഹം ഉണ്ടാക്കി. അങ്ങനെ ആ കുടുംബം പ്രാർത്ഥനയുടെയും സ്നേഹ ഐക്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒരിടമായി തീർന്നു. നമ്മുടെ ഭവനങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ നമുക്കൊന്ന് ചേർന്ന് പ്രാർത്ഥന ജപിക്കാം. പരസ്പര സ്നേഹവും ഐക്യവും പരിപുഷ്ടമാക്കിക്കൊണ്ട് നസ്രത്തിലെ കുടുംബം പോലെ നമ്മുടെ കുടുംബങ്ങളെയും നമുക്കാക്കി തീർക്കാം. ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ.